ടി.പി. സിന്ധുപോൾ ബി.ജെ.പി. നേതാവ് തുടരുന്നുണ്ട്. സിന്ധുപോൾ, ഇവിടെ ഈ പറഞ്ഞതുപോലെ ചേലക്കരയിൽ വോട്ട് വർധനവുണ്ടായി, ശരിയാണ്. പക്ഷേ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു. കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ വോട്ട് വയനാട്ടിൽ ലഭ്യമായില്ല. ഒപ്പം പാലക്കാട്ടെ കാര്യം നമുക്കറിയാം. ഇതിനകം കാര്യമായ എതിർപ്പുകൾ, വിമത ശബ്ദങ്ങളോ മറ്റോ സന്ദീപ് വാര്യർ ഒഴിച്ചാൽ ഒന്നും പാർട്ടിയിൽ ഉണ്ടായില്ല എങ്കിൽ പോലും സന്ദീപ് വാര്യർ വിട്ടുപോയ സാഹചര്യം ബി.ജെ.പിക്ക് സഹായകരമാകും എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. കാരണം കുറച്ചുകൂടി ഉണർവോടുകൂടി ബി.ജെ.പി. പ്രവർത്തകർ പ്രവർത്തിക്കുമെന്നും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നൊക്കെ പറയുന്നു. അവകാശവാദം ആദ്യം തന്നെ സന്ദീപ് പറഞ്ഞു കഴിഞ്ഞു. പാലക്കാട് നഗരസഭയിൽ ഇനി ബി.ജെ.പിയുടെ അടിത്തറ ഇളകുമെന്ന്, താനല്ലെങ്കിൽ ഇളക്കുമെന്ന്. ഒരുപക്ഷെ ഇനിയും പാലക്കാട്ട് കോൺഗ്രസ് ഒന്ന് മുന്നിൽ നിർത്തുന്ന മുഖങ്ങളിലൊന്നായിരിക്കും സന്ദീപ് വാര്യർ. അങ്ങനെ നിങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളെ കൂടി കോൺഗ്രസിന് സമ്മാനിച്ചുകൊണ്ട് വിജയവും നൽകിക്കൊണ്ട് അങ്ങനൊരു ട്വിസ്റ്റും കൂടി രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. സന്ദീപിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരാശങ്ക അന്നുമില്ല ഇന്നുമില്ല. കാരണം കൂടെ പോയപ്പോ പറഞ്ഞല്ലോ, സ്വന്തം ഡ്രൈവറെ പോലും കൂട്ടാൻ പറ്റാതെ പോയ ആളാണ് സന്ദീപ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. സന്ദീപ് പോയത് കൊണ്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഈ ഒരു മാറ്റം വന്നതെന്ന് വിശ്വസിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. അതിൽ പരം ഒരു മണ്ടത്തരം വേറെയില്ല. കാരണം അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നേതാവോ ഒന്നുമല്ല അദ്ദേഹം. ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മേലനങ്ങി പണിയെടുക്കുന്ന ഇഷ്ടംപോലെ ചെറുപ്പക്കാരും യുവതി യുവാക്കളുമുള്ള ഒരു സംഘടനയാണ് ബി.ജെ.പിയുടേത്. അവിടെ വേർത്ത് പണിയെടുക്കുന്ന കൂട്ടത്തിലൊന്നും ഈ പറയുന്ന മാന്യദേഹത്തെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അത് വേറെ കാര്യം. പിന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു ചോദ്യം, ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച്. കാരണം അവിടെ ഒരു കുറച്ച് ദിവസം നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് എനിക്ക് അതിന്റെ ഒരു പൾസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അവിടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് പറയട്ടെ, അവിടെ ഇപ്പോൾ വലിയ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം കോൺഗ്രസ് നേടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊന്നും അവിടെ സംഭവിക്കില്ല. അവിടെ തത്വത്തിൽ ആളുകൾ 3 ഇലക്ഷനെയും 3 തരത്തിൽ കാണുന്ന ഒരു ജനവിഭാഗമാണ്. എന്തൊക്കെ പറഞ്ഞാലും RSS, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, ബി.ജെ.പി. ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ആ 3 തരത്തിലുള്ള രീതിയിൽ ആ ഇലക്ഷനെ കാണുന്ന ഒരു വിഭാഗമാണ് അവിടുത്തെ ജനങ്ങൾ. തദ്ദേശീയ തെരഞ്ഞെടുപ്പില് അവരെപ്പോഴും കൂടെ നിൽക്കുന്നത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പമായിരിക്കും, NDA സ്ഥാനാർത്ഥികൾക്കൊപ്പമായിരിക്കും. അതിൽ മാറ്റം വരാൻ അവരും ആഗ്രഹിക്കുന്നില്ല. അതിൽ യാതൊരു മാറ്റവും വരില്ല. പിന്നെ ഇവിടെ നടന്ന ഒരു ആധികാരിക വിജയം ഞാൻ പറഞ്ഞല്ലോ. കോൺഗ്രസ് ഒരു ആധികാരിക വിജയം എന്ന് പറയുമ്പോൾ ഒരു 10,000 വോട്ടിന്റെ ഡിഫറൻസ്, ആര് ജയിച്ചാലും ഒരു 3,000-4,000 വോട്ടിന്റെ ഡിഫറൻസ് ആണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ബി.ജെ.പി. ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ഒരു 3,000-4,000 വോട്ടിനിടയിലുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. ആ എക്സ്പെക്ടേഷനിൽ നിന്നൊന്നും മാറിപ്പോയിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആധികാരികമായിട്ട് ആദ്യം കിട്ടിയ ഒരു വിവരം, ഞങ്ങൾ സമാന്തര വോട്ടർ പട്ടികയൊക്കെ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പഠനം, അതിന്റെ ഒരു ക്രോഡീകരണം നടന്നിരുന്നു. അത് ആ സമയത്ത് പുറത്ത് പറയണ്ടല്ലോ. പക്ഷെ അതിൽ തന്നെ ഞങ്ങൾക്കൊരു 7,000-ഓളം വോട്ടുകൾ അൺബോൾഡ് വോട്ടുകളായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഈ തവണ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും അതിലൊരു 5,000-6,000 അൺബോൾഡ് വോട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ ഞങ്ങൾക്ക് മനസ്സിലായി. അന്ന് രാത്രി തന്നെ നടത്തിയ പഠനത്തിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിനെ ഞങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബൂത്തുകളിൽ വോട്ടുകൾ കൂടും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയായിരുന്നു. പല ബൂത്തുകളിലും വോട്ടുകൾ കൂടിയിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതൊരു നാമമാത്ര വർധനവാണ് ഉണ്ടായത് എന്നുള്ളതാണ് തത്വത്തിൽ സംഭവിച്ചത്. ഇത്രയും അൺബോൾഡ് വോട്ടുകൾ വരികയും പ്രതീക്ഷിച്ച അത്രയും വോട്ടുകൾ കൂടുന്ന ഒരവസ്ഥയിലേക്ക് മുനിസിപ്പാലിറ്റിയിൽ വരാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പിന്നോട്ടടി ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അവിടെ ഞങ്ങൾ സിറ്റിംഗ് സീറ്റിലൊന്നും അല്ല, ഞങ്ങളെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വളരെ സജീവമായിട്ട്, ഇപ്പോ തൃക്കാക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുന്നേ വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ വന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഉൾപ്പെടെ ഏതു തെരഞ്ഞെടുപ്പിലും ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ, ബി.ജെ.പി. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗം എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഏത് ഉപതെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ വളരെ സക്രിയമായിട്ടും സജീവമായിട്ടുമേ അഡ്രസ്സ് ചെയ്യാറുള്ളൂ. ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കുമല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുക. അങ്ങനെ ആ ആഗ്രഹത്തിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും. അതിന്റെ എക്സ്ട്രീം പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ പോകും. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വളരെ വലിയ രീതിയിൽ ചേലക്കരയില് 26,000 വോട്ടിൽ നിന്നും ഏതാണ്ട് 23,000 വോട്ടിൽ നിന്നും 33,000 വോട്ടിലേക്ക് ഒരു കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് സ്വപ്നം കാണാൻ സാധിക്കും? ബി.ജെ.പിക്ക് അല്ലാതെ. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കുതിച്ചുചാട്ടം നടത്തിയിട്ടില്ല. ഇവിടെ മറ്റ് അവിശുദ്ധ ബാന്ധവങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു 10,000 വോട്ടിന്റെ കുതിച്ചുചാട്ടം എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും മാത്രം നടക്കുന്ന
നടക്കുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കാര്യമെന്നല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ നടക്കാറില്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ച് ഞങ്ങൾ അത് വളരെ ആശ്വാസമായിട്ടാണ് എടുക്കുന്നത്, വളരെ അഭിമാനത്തോടെയാണ് എടുക്കുന്നത്. ഇപ്പൊ പാലക്കാടിനെ മാത്രം ഒരു നെഗറ്റീവ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഏതാണ്ട് പാലക്കാട് ഞങ്ങൾ സിറ്റിംഗ് സീറ്റിലായിരുന്നു എന്നുള്ള ഒരു ധാരണ നിങ്ങൾ മാറ്റിവെക്കണം. അങ്ങനെയൊന്നുമില്ല. അവിടെ 3 തവണയായിട്ട് നിരന്തരമായിട്ട് വിജയിച്ചു വരുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന്റെ അതേ രീതിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഷാഫി കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ മാത്രമല്ല LDF ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു, അവിടെ ഉണ്ടായിരിക്കുന്ന മഴവിൽ സഖ്യം എന്ന് പറയുന്നത് മതഭീകര പ്രസ്ഥാനങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള പരസ്യമായ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് വളരെ വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിജയം സമ്മാനിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ മറ്റ് അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾ സമാഹരിക്കുമെന്ന് ആഗ്രഹിച്ച വോട്ട് ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തുനിന്ന് വരാത്ത വോട്ടുകളെ സംബന്ധിച്ചുള്ള പഠനം ഞങ്ങൾ നടത്തും. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നുള്ളത് ഞങ്ങൾ ശരി തിരിച്ചു വരാം. നമുക്ക്